നമസ്കാരം. വരകളിലൂടെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് കാർട്ടൂണുകളാണ്. വെളുത്ത പ്രതലത്തിൽ കറുത്ത മഷി കൊണ്ട് ജീവിതത്തിൻ്റെ സത്യങ്ങളെ കാർട്ടൂൺ ചിത്രങ്ങൾ വരച്ചു കാട്ടുന്നു. കാർട്ടൂണുകളുടെ മലയാള പെരുമയിൽ തൻ്റേതായ ഇടം കണ്ടെത്തിയ ഒരാളാണ് ശ്രീ ജി ഹരി. അദ്ദേഹം ഇന്നിപ്പോൾ നമ്മുടെ കൂടെ ഇവിടെ സ്റ്റുഡിയോയിലുണ്ട്. ഹരി സാർ ഒരു കാർട്ടൂണിസ്റ്റ് മാത്രമല്ല, പത്രപ്രവർത്തകനാണ്. നിരവധി പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒപ്പം ആനുകാലികങ്ങളിലും നിരവധി എഴുതുകയും വരയ്ക്കുകയും ചെയ്യാറുണ്ട്. ആകാശവാണിക്കും ദൂരദർശനും വേണ്ടി നിരവധി പരിപാടികൾ സാർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം നിരവധി സെലിബ്രിറ്റികളെ, അതായത് ബഹുമുഖ പ്രതിഭകളെ അഭിമുഖം നടത്തിയിട്ടുണ്ട്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. കേരള കാർട്ടൂൺ അക്കാദമി മുൻ വൈസ് ചെയർമാൻ, ജോയിൻറ്റ് സെക്രട്ടറി എന്നീ നിലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുമുണ്ട്. സാറിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് അദ്ദേഹത്തോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം. നമസ്കാരം സർ. നമസ്കാരം. പരിപാടിയിലേക്ക് സ്നേഹസ്വാഗതം. സാർ ഒരു കാർട്ടൂൺ മേഖലയാണല്ലോ സാറിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ട് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയായിരുന്നു താങ്കൾ ഈ മേഖലയിലോട്ട് കടന്നു വന്നത് എന്നൊന്ന് പറയാമോ? എൻ്റെ ബാല്യകാലം വളരെ ഉല്ലാസപ്രദമായി നടക്കുന്നതിനിടയ്ക്ക് പെട്ടെന്ന് എൻ്റെ അമ്മ അന്തരിച്ചു. അപ്പോൾ ഞാൻ ഇൻട്രോവേർട്ടായി മാറാതിരിക്കാൻ വേണ്ടി എൻ്റെ അമ്മാവൻ്റെ മകൻ, ഇന്നത്തെ കൂടിയാട്ടം ഗുരു എന്നറിയപ്പെടുന്ന ജി വേണു ചേട്ടൻ എന്നെ കൊണ്ട് പടം വരപ്പിലേക്ക് ശ്രദ്ധ മാറ്റിയെടുത്തു. പടം വരയ്ക്കാൻ തുടങ്ങിയ 10-11 വയസ്സ് കഷ്ടിച്ച് വരുമ്പോഴാണ്. പിന്നെ ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പോഴും വരച്ചുകൊണ്ടേയിരിക്കുന്നു. അതാണ് അതിൻ്റെ തുടക്കം. സാറിന് ഈ കാർട്ടൂൺ വരയ്ക്കാനുള്ള ഐഡിയാസ് അതൊരു സ്പാർക്കാണോ? പൊതുവേ എല്ലാ കാർട്ടൂണിസ്റ്റുകൾക്കും അതൊരു സ്പാർക്ക്, അതായത് പെട്ടെന്നൊരു തോന്നലുണ്ടായി പെട്ടെന്ന് വരയ്ക്കേണ്ടുന്ന ഒന്നാണോ? അത് ഈ ഒരു ആശയം തോന്നിക്കഴിഞ്ഞാൽ എത്രയും വേഗം അത് വരയ്ക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. പക്ഷേ ഈ കൂടുതൽ ഗൗരവമുള്ള കാർട്ടൂണുകൾ വരയ്ക്കുമ്പോൾ നമ്മളത് മനസ്സിനകത്തിട്ട് പാകപ്പെടുത്തി, അത് ശരിക്കും പറഞ്ഞാൽ നിരീക്ഷണം, അപഗ്രഥനം, പിന്നെ അവതരണം. അതാണ് കാർട്ടൂണിൻ്റെ രീതി. അത് നമ്മളാദ്യം കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കുന്നു, അത് നമ്മുടെ മനസ്സിൽ ഉൾക്കൊണ്ടിട്ട് അതിന് നമ്മൾ ശരിക്കും അനലൈസ് ചെയ്തിട്ട് നമ്മളൊരു കൺക്ലൂഷനിലെത്തുന്നു. അവതരിപ്പിക്കണമെന്ന തോന്നൽ വരുമ്പോൾ അത് നമ്മൾ പേപ്പറിലേക്ക് പകർത്തുന്നു. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത്ര സമയം എന്നൊന്നുമില്ല അല്ലേ? അങ്ങനെയില്ല. സാറിന് ഏത് തരം കാർട്ടൂണുകൾ വരയ്ക്കാനാണ് പൊതുവേ നമുക്ക് കൂടുതലൊരു പരിശ്രമം വേണ്ടി വരുന്നുണ്ടല്ലോ? അത് ഏറ്റവും കൂടുതൽ പരിശ്രമം വേണ്ടി വരുന്നത് സാമൂഹ്യ കാർട്ടൂണുകൾക്കാണ്. കാരണം പൊളിറ്റിക്കൽ കാർട്ടൂൺ എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ നിന്നും അതിൻ്റെ രൂപങ്ങൾ കിട്ടും, പെട്ടെന്ന് ആശയങ്ങൾ കിട്ടും. കാരണം ദിവസവും ഒരു മണ്ടത്തരം പറയാത്ത ഒരു നേതാവും ഇല്ലല്ലോ നമ്മുടെ രാജ്യത്ത്. സ്വാഭാവികമായിട്ടും ആവശ്യം പോലെ ആശയങ്ങൾ കിട്ടും. പക്ഷേ സാമൂഹ്യ കാർട്ടൂണുകൾ അങ്ങനെയല്ല. അത് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എത്രത്തോളം ഡെവലപ്പ് ചെയ്തിട്ട് സമൂഹത്തിന് വേണ്ടി അതെങ്ങനെ അതിൻ്റെ ക്യാമറ തിരിക്കാം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ കുറേയേറെ പഠിക്കേണ്ടി വരും. അത് ഫുൾ പേജ് വരയ്ക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ടോംസിൻ്റെ ബോബനും മോളിയും അദ്ദേഹം വളരെ കൂടുതൽ സ്ട്രെയിൻ എടുത്ത് വരയ്ക്കേണ്ടി വരും. അതുപോലെ തന്നെ എനിക്ക് 1980 നാടകമേ ഉലകം എന്നൊരു പങ്ക്തി ഉണ്ടായിരുന്നു, കുമാരി വാരികയിലാണ്. ഇതുപോലെ ഫുൾ പേജാണ്. അപ്പോൾ ഞാൻ 8 കോളം വരയ്ക്കാൻ വേണ്ടി ആശയങ്ങൾ സ്വരൂപിച്ച് പേപ്പറിൽ പകർത്തി അതിൻ്റെ കമൻസ് പിന്നെ എഴുതി നീണ്ട് ഇങ്ങനെ എന്താ പറയുക, നമ്മൾ സ്ലാപ്സ്റ്റിക് കോമഡി പോലെ നിർത്തില്ലാതെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണം. 8 കോളത്തിനകത്ത് പൊയ്ക്കൊണ്ടിരിക്കും. അത് വരച്ചെടുക്കുമ്പോൾ നല്ലൊരു കൺക്ലൂഷനിൽ ചെന്ന് എത്തണം. അത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതാണ് ഇതിൻ്റെ വരപ്പിൻ്റെ ഒരു പ്രത്യേകത. അതേസമയം മറ്റേ കാർട്ടൂണുകളിൽ അങ്ങനെയല്ല. ഒറ്റ ഫ്രെയിമിനകത്ത് തീരും. ഒരു പൊളിറ്റിക്കൽ കാർട്ടൂൺ ഒറ്റ ഫ്രെയിമിനകത്ത് വരച്ചാൽ മതി. അതാണ് അതിൻ്റെ വ്യത്യാസം. സാറിൻ്റെ ഒരു അനുഭവ സമ്പത്തിൽ നിന്ന് ഏറ്റവും മികച്ച കാർട്ടൂണിസ്റ്റുകളായിട്ട് ആരെയൊക്കെയാണ് തോന്നിയിട്ടുള്ളത്? അത് പല രീതിയിൽ കാണാം. മലയാളത്തിൽ മാത്രമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മലയാളികളെ കാർട്ടൂൺ മൈൻഡഡ് ആക്കി മാറ്റിയത് യഥാർത്ഥത്തിൽ ബോബനും മോളി എന്ന പങ്ക്തിയാണ്. അത് ടോംസിനാണ് അതിൻ്റെ ക്രെഡിറ്റ്. അതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു, ശിവറാം ഉണ്ടായിരുന്നു. ടോംസിന് ശേഷം ഉടനെ തുടങ്ങിയ ആളാണ് യേശുദാസൻ. പിന്നെ സുകുമാർ ഉണ്ടായി, പലരും ഉണ്ടായി. കാലക്രമേണ ഞാനും ഉണ്ടായി. എങ്കിൽ തന്നെ ഏറ്റവും മികച്ച കാർട്ടൂണിസ്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ടോംസാണ്. കാരണം ടോംസ് ആ പങ്ക്തി ഉണ്ടായതുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയും കാർട്ടൂണുകൾ ഉണ്ടാകാൻ കാരണം. പക്ഷേ ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള വേറൊരു കാര്യമുണ്ട്. കേരളത്തിൻ്റെ ഹാസ്യ സമ്പത്ത് അതിൽ പ്രധാന ഘടകമാണ്. കുഞ്ചൻ നമ്പ്യാർ, അതിന് മുമ്പ് സഞ്ജയൻ, അങ്ങനെ തന്നെ പിന്നിലോട്ട് പോയി കഴിഞ്ഞാൽ ചക്കേർ കൂത്തുവരെ ചെന്നെത്തും.
അതൊക്കെയാണ് അതിൻ്റെ പ്രധാന കാരണങ്ങൾ. അപ്പോൾ മലയാളികൾ പൊതുവെ അങ്ങനെയാണ്, കാർട്ടൂൺ ആസ്വദിക്കാനും കാർട്ടൂണിലേക്ക് കൈവയ്ക്കാനും താല്പര്യമുള്ളവരാണ്. സാർ ഒരു നിരവധി പ്രശസ്ത വ്യക്തികളെ, ഒരു കാർട്ടൂണിസ്റ്റ് എന്നതിലുപരി ഒരു നിരവധി പ്രശസ്ത വ്യക്തികളെ അഭിമുഖം നടത്തിയിട്ടുള്ള ആളുമാണല്ലോ. അതായത് അപർണ സെൻ, അബു എബ്രഹാം, പ്രേം നസീർ, നിരവധി പേരെ. അപ്പോൾ സാറിന് ആ അനുഭവം ഒന്ന് പങ്കുവയ്ക്കാമോ? ഈ പ്രേം നസീറിനെ ഒരിക്കൽ ഞാൻ ഇൻ്റർവ്യൂ ചെയ്യാൻ ഇടവന്നു. അപ്പോൾ 3 മണിക്കൂർ ഇൻ്റർവ്യൂ ആയിരുന്നു. പ്രേം നസീർ എന്നെ കണ്ട് പരിചയപ്പെട്ട ഉടൻ തന്നെ പെട്ടെന്ന് പൊട്ടിച്ചിരിച്ചിട്ട് പറഞ്ഞു, അസേ, അദ്ദേഹത്തിൻ്റെ സ്ഥിരശൈലി, അസേ നിങ്ങളുടെ ആ കാർട്ടൂൺ ഞാൻ ഒരിക്കലും മറക്കില്ല, ഞാൻ വായിച്ച് ചിരിച്ചു എന്ന് പറഞ്ഞു. കാരണം മലയാള സിനിമയെ ഒരു കുളമായിട്ട് ഞാൻ ചിത്രീകരിച്ചു. ആ കുളത്തിൽ വീണ് വെള്ളം കുടിച്ച് നിവൃത്തിയില്ലാതെ കിടക്കുന്ന ഒരു പയ്യനെ തൂക്കിയെടുത്തുകൊണ്ട് വരികയാണ് പ്രേം നസീർ. അദ്ദേഹത്തിൻ്റെ മകനെ തന്നെയാണ്, ഷാനവാസിനെ തൂക്കിയെടുത്തുകൊണ്ട് വരികയാണ്. ആ തൂക്കിയെടുത്തുകൊണ്ട് വരുമ്പോഴാണ് KP ഉമ്മർ സ്വന്തം മകനെ സിനിമാ കുളത്തിൽ നീന്തൽ പഠിപ്പിക്കാൻ വേണ്ടി അങ്ങോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ പ്രേം നസീർ, അസേ ഇത് കണ്ടില്ലേ, എൻ്റെ മകൻ്റെ അവസ്ഥ ഇത് കണ്ടില്ലേ എന്ന് പറയുന്നു. ഇത് അസാമാന്യ പ്രചാരം കിട്ടി കാർട്ടൂൺ സിനിമാ രംഗത്ത്. കാരണം പ്രേം നസീറിൻ്റെ നല്ല കാലമാണ്, ഷാനവാസും സിനിമയിലേക്ക് വരുന്നു. നാനയിൽ ഈ കാർട്ടൂൺ വരുമ്പോൾ നാനയ്ക്കാണ് ഭയങ്കരമായ സർക്കുലേഷൻ്റെ സമയമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ അത് കുറേ നേരം സംസാരിച്ചിരിച്ചുകൊണ്ടായിരുന്നു ഈ കാര്യം പറഞ്ഞു. അതാണ് അതിൻ്റെ ഒരനുഭവം. പിന്നെ ഈ കാർട്ടൂണിനകത്തൊരു അപകടം എന്ന് പറയുന്നത് ചിലർ ഇത് ശരിക്കും ആസ്വദിക്കില്ല, ഭാവിക്കും, അവർ ആസ്വദിക്കുന്നതായിട്ട് ഭാവിക്കും, ഉള്ളുകൊണ്ട് ഇഷ്ടപ്പെടില്ല അവർക്ക്. അത് അങ്ങനെയുള്ള പലരും ഉണ്ട്. അത് നമ്മളതിലേക്ക് കടന്ന് ഒത്തിരി പറയേണ്ടി വരും. അതാണ് അതിൻ്റെ ഒരു അവസ്ഥ. സാർ ആദ്യം അഭിമുഖം നടത്തിയത് ആരെയായിരുന്നു? ഏറ്റവും ആദ്യം ജീവിതത്തിൽ ആദ്യമായിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്നത് എൻ്റെ സ്വന്തം ചേട്ടൻ, ഈ വേണുചേട്ടനെ തന്നെയാണ്, കൂടിയാട്ടം ഗുരു. അത് ഡൊമസ്റ്റിക്കാണ്, വീടിനകത്ത് ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് കുങ്കുമത്തിൻ്റെ ഇതിലേക്ക് പോകുന്നു, അങ്ങനെ പോകുന്നു. പൊതുരംഗത്ത് ഏറ്റവും ആദ്യമായിട്ട് ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുന്നത് പരൂർ ദേവരാജ മാസ്റ്ററാണ്, നമ്മുടെ പ്രശസ്തനായ സംഗീത സംവിധായകൻ ദേവരാജ മാസ്റ്റർ. അപ്പോൾ ദേവരാജ മാസ്റ്റർ ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ അത് എണീറ്റ് എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. അതാണ് എൻ്റെ ആദ്യത്തെ അനുഭവം അതിനകത്ത്. അതെങ്ങനെയായിരുന്നു ആ ഒരു ഇതിലോട്ട് കടക്കാനുണ്ട് എന്ന് വെച്ചാൽ, എൻ്റെ സുഹൃത്ത് ഒരു മാസിക നടത്തുന്നതാണ്, രംഗം എന്നൊരു സിനിമാ മാസിക. അതിലേക്ക് ഞാനന്ന് ജേർണലിസം പാസ്സായി നിൽക്കുകയാണ്. തിരുവനന്തപുരത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജേർണലിസത്തിൽ നിന്ന് ഭാരതീയ വിദ്യാഭ്യാസ ഡിപ്ലോമയാണ് ഞാൻ പാസ്സായത്. അപ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞു, ഹരി എന്തായാലും പാസ്സായി കുറച്ചാളായിട്ട് നിൽക്കുകയല്ലേ, ജോലിയുണ്ട്, എനിക്ക് ഗവൺമെൻറ് ജോലിയുണ്ട്, KSFയിലായിരുന്നു, നമുക്കൊരാളിനെ ഇൻ്റർവ്യൂ ഇവിടെ ഞാൻ ചെയ്യാം, കുഴപ്പമില്ല. എന്നാൽ ദേവരാജ മാസ്റ്റർ വന്നിട്ടുണ്ട്, എൻ്റെ ഗുരുനാഥായ ലീലാമണി ടീച്ചറുടെ വീട്ടിലെത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞു. ദേവരാജൻ മാസ്റ്ററല്ല, മാധുരിയും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് ലീലാമണി ടീച്ചറുടെ വീടായതുകൊണ്ട് അവരെനിക്ക് അപ്പം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, സന്തോഷമായിട്ട് സ്വീകരിച്ച്. കാര്യമൊക്കെ ശരി. പക്ഷേ ഉടനെ ദേവരാജ മാസ്റ്റർ ആദ്യം പറഞ്ഞു, മാധുരി ഇന്ന് സംസാരിക്കരുത്, ഇന്ന് രാത്രി 9 മണിക്ക് സെനറ്റ് ഹാളിൽ പ്രോഗ്രാം ഉള്ളതാണ്, അതുകൊണ്ട് ഇൻ്റർവ്യൂ ഞാൻ ഫേസ് കൊള്ളാമെന്നേരം ദേവരാജ മാസ്റ്റർ നേരെ വോളണ്ടറി ആയിട്ട് തന്നെ വന്നിട്ട് എൻ്റെ ഇൻ്റർവ്യൂവിന് ഇരുന്നു എന്ന് സംസാരിച്ച് വളരെ സന്തോഷകരമായ ഒരു അനുഭവമായിരുന്നത്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം മാധുരി ഇൻ്റർവ്യൂ ചെയ്തു. പിന്നെ തുടരെ വളരെ വലിയ പേഴ്സണാലിറ്റികൾ ഇൻ്റർവ്യൂ. കാരണം ബംഗാളിൽ നിന്ന് വന്ന സംവിധായകയും നടിയുമായ അപർണ സെന്നെ 20 മിനിറ്റ് അവരുടെ ഫിലിം ഓടിക്കൊണ്ടിരിക്കെ തന്നെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തു. ടാഗോർ ഹാളിലാണ്. അകത്ത് ഫിലിം ഓടുന്നു, പുറത്ത് ഞങ്ങളിരുന്ന് സംസാരിക്കുന്നു. അവർ വളരെ ബോൾഡായിട്ടുള്ളൊരു വളരെ ഒരു അസാമാന്യ ഒരു പേഴ്സണാലിറ്റിയാണ് ഈ അപർണ സെൻ. പിന്നെ സ്ത്രീകളിൽ ആ രംഗത്തുള്ളതിൽ ശ്രീവിദ്യ ആയിരുന്നു ഏറ്റവും നന്നായിട്ട് ആൻസർ ചെയ്ത്, നന്നായിട്ട് മറുപടി പറയുന്നത്. നിതീഷ് ഭരദ്വാജിനെ ഇന്റർവ്യൂ ചെയ്തതായിട്ട് കേട്ടിട്ടുണ്ട്. നിതീഷ് ഭരദ്വാജ് എന്ന നടൻ ശ്രീകൃഷ്ണനായിട്ട് മഹാഭാരതം സീരിയലിൽ അഭിനയിച്ചതാണ്. ഞാൻ ഗന്ധർവൻ എന്ന സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വന്നു. പത്മരാജനാണ് സംവിധായകൻ. പത്മരാജൻ ഉടനെ എന്നെ വിളിച്ചു, ഞങ്ങൾ നല്ല അടുപ്പമായിരുന്നു ആ സമയത്ത്. പത്മരാജനെ വിളിച്ച് പറഞ്ഞു, ഹരി എൻ്റെ പുതിയ നായകൻ വന്നിട്ടുണ്ട്, എൻ്റെ ഫ്ലാറ്റിലുണ്ട്, വന്ന് കാണാമെന്ന് പറഞ്ഞു. ഞാൻ ചെന്നപ്പോഴത്തേക്ക് നിതീഷിന് മനസ്സിലായി, കാരണം ഫോട്ടോഗ്രാഫറെ കൊണ്ടാണ് ഞാൻ ചെല്ലുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞു ഫോട്ടോ എടുക്കരുത്, രാവിലെ 6 മണി വരെ ഞാൻ ബോംബെയിൽ നാടകം അഭിനയിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ലുക്ക് ആക്ക് കിടന്നു പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ പറഞ്ഞ് ഫോട്ടോയൊക്കെ എടുത്തു. എന്നിട്ട് ഇൻ്റർവ്യൂവിൻ്റെ അനുഭവം എന്ന് പറയുന്നത്, അദ്ദേഹം വളരെ നോളജുള്ള മനുഷ്യനാണ്, വെറും ഒരു നടനല്ല. അദ്ദേഹം തൊഴിൽപരമായിട്ട് അതിനു മുമ്പ് വെറ്റിനറി ഡോക്ടറായിരുന്നു. നടനായതിനു ശേഷം വളരെ അപ്രധാനമായ റോളുകളാണ് ഹിന്ദിയിൽ ചാൻസ് കിട്ടിയെന്ന് തോന്നുന്നു. ഏതായാലും മഹാഭാരതം ക്ലിക്ക് ചെയ്ത് അതൊരു നല്ല റെക്കോർഡ് തന്നെയാണ്. അദ്ദേഹത്തെ ജയിക്കാൻ മറ്റൊരു ശ്രീകൃഷ്ണൻ ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ശ്രീകൃഷ്ണൻ മേഘവർണ്ണനാണ്. മേഘവർണ്ണന് കപടമായ നോട്ടമുള്ള, കാരണം ഒരുപാട് കൗശലങ്ങൾ ഉള്ളിൽ ഒളിപ്പിച്ച ഒരു മനുഷ്യനല്ലേ ദേവൻ ശ്രീകൃഷ്ണൻ. അപ്പോൾ അതിന് പറ്റിയ ആൾ, ഏറ്റവും ആപ്റ്റായിട്ടുള്ള പേഴ്സൺ നിതീഷ് ഭരദ്വാജ് തന്നെയായിരുന്നു. അദ്ദേഹം അതിഗംഭീരമായിട്ട് മഹാഭാരതം വിജയിപ്പിച്ച് അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ ഞാൻ ഗന്ധർവ്വനിൽ അങ്ങനെയാണ് അന്ന് പരിചയപ്പെടുന്നത്. ദൂരദർശൻ്റെ തുടക്കകാലത്ത്
ദൂരദർശന് വേണ്ടിയും അതുപോലെ ആകാശവാണിക്ക് വേണ്ടിയിട്ടും പരിപാടികൾ ചെയ്തിട്ടുണ്ടല്ലോ. ദൂരദർശന് വേണ്ടി ചെയ്യുന്ന അന്ന് ഞാൻ കുഞ്ഞികൃഷ്ണൻ സാറിനെ കാണാൻ വന്നതാണ് ഇവിടെ, ഇതിൻ്റെ ആദ്യത്തെ ഡയറക്ടറെ. അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. കുങ്കുമം വാരികയ്ക്ക് വേണ്ടി. എൻ്റെ പങ്ക്തിയുണ്ട് മറുവശം, അതിൻ്റെ കണ്ടിന്യൂഷൻ പല മുകളിൽ നിന്നുള്ളൊരു പുസ്തകം ഇറങ്ങി ഇപ്പോൾ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. കുഞ്ഞികൃഷ്ണൻ സാറിനെ കാണാൻ വന്നത് അദ്ദേഹം പറഞ്ഞു, ഞാൻ കേരളത്തിലെ ഇപ്പോഴത്തെ ടോപ്പ് മോസ്റ്റ് ഉദ്യോഗസ്ഥനാണ്, അതുകൊണ്ട് എനിക്ക് ഇൻ്റർവ്യൂ തരണമെങ്കിൽ ഞാൻ ഡൽഹിയിൽ നിന്ന് പെർമിഷൻ വാങ്ങിക്കണം. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം തന്നെ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, എന്തായാലും ഇവിടെ വന്നല്ലോ ഹരി, ഞങ്ങൾക്ക് വേണ്ടി ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ മാഗസിൻ്റെ ആളാണ്, എനിക്ക് വിഷ്വലായിട്ട് യാതൊരു ബന്ധം അങ്ങനെയല്ല എന്ന് നിർബന്ധിച്ചിട്ട് എന്നെ കൊണ്ട് അബു എബ്രാഹിനെ ഇൻ്റർവ്യൂ ചെയ്യിച്ചു. അതായിരുന്നു എൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂ ദൂരദർശന് വേണ്ടി. പിന്നെ ശ്രീവിദ്യ, ശങ്കരൻകുട്ടി, പിന്നീട് നമ്മുടെ മധു സാർ, ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം മധു സാറിനെ ഇൻ്റർവ്യൂ ചെയ്തു. അങ്ങനെ അങ്ങ് പോകുന്നു. സാർ, ഇപ്പോൾ നമ്മൾ പൊതുവേ കണ്ടുവരുന്ന ഒരു പ്രവണത, പത്രങ്ങളുടെയൊക്കെ മുൻ പേജിൽ നിന്നും കാർട്ടൂണുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അകത്തെ പേജുകളിലോട്ട്. അപ്പോൾ അതിനെക്കുറിച്ച് സാറിന് എന്താ പറയാനുള്ളത്? അതിന് ഒരു കാരണം, ഈ പത്രങ്ങൾ എന്ന് പറയാൻ, പണ്ട് പത്രങ്ങൾ, അത് ജേർണലിസം എന്നൊരു സ്പിരിറ്റ് അതിനകത്തുണ്ടായിരുന്നു, ഒരു വാശിയാണ്, എല്ലാം പബ്ലിഷ് ചെയ്യണം, ഇന്ന കള്ളത്തരം അല്ലെങ്കിൽ ചൂഷണം പുറത്ത് കൊണ്ടുവരണം എന്നുള്ളൊരു വാശിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ആ വാശി പോയിട്ടുണ്ട്. അതിന് പകരം പത്രക്കാർ ഹോൾഡിംഗ് കമ്പനീസ് ധാരാളമുണ്ട്. പത്രങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട് മറ്റ് പല കാര്യങ്ങളും നടത്തുന്ന കമ്പനീസുണ്ട്. ഞാൻ പേര് പറയുന്നില്ല, കാരണം പറയുന്നത് ശരിയല്ല. പുറത്തുള്ള കമ്പനികളും പത്രങ്ങളെ നിയന്ത്രിക്കുന്നുണ്ട്. പത്രങ്ങൾ സബ്സിഡിയറി സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാം താല്പര്യങ്ങൾ സംരക്ഷിച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോൾ ചില കാർട്ടൂൺസ് വന്നു കഴിഞ്ഞാൽ അവരെ സഹായിക്കുന്ന പൊളിറ്റിക്കൽ ലീഡേഴ്സ്, ഭരണാധികാരികൾ, പിന്നെ അവരുടെ പ്രോഡക്റ്റ്, ഇതിനെല്ലാം ചിലപ്പോൾ അഡ്വേഴ്സായിട്ട് ബാധിക്കും. അതുകൊണ്ട് കാർട്ടൂണിൻ്റെ ശക്തി വളരെ കൂടുതലാണെന്ന് കണ്ടാൽ ഇവർ പിടിച്ച് നേരെ പുറകിലത്തെ പേജിലേക്കും കൊണ്ടുപോകും, അല്ലെങ്കിൽ കൊടുക്കില്ല. ഒന്നേ പുറകോട്ട് കൊണ്ടോ അല്ലെങ്കിൽ കൊടുക്കില്ല. അങ്ങനെയുള്ളൊരു അനുഭവമാണ് കാർട്ടൂണിസ്റ്റൊക്കെ ഉള്ളത്, പലർക്കും ഉണ്ടത്. ഏറ്റവും പ്രസിദ്ധനായ യേശുദാസിനെ പ്രസിദ്ധീകരിക്കാത്ത 400 കാർട്ടൂണുകൾ ശേഖരിച്ച് വെച്ചിരുന്നാണ് പറയുന്നത്. പ്രസിദ്ധീകരിച്ചില്ല, നിവർത്തിയില്ല. അങ്ങനെയുള്ള കാലം ഉണ്ടായിരുന്നു. സാർ, ഡിജിറ്റലൈസേഷൻ വന്നതുകൊണ്ട് അതൊരു കാർട്ടൂണിസ്റ്റിന് ഗുണമാണോ ദോഷമാണോ? കാരണം പണ്ടൊക്കെ നമുക്കൊരു പടം വരച്ച് കഴിഞ്ഞാൽ അത് പത്രം ഓഫീസിൽ എത്തിക്കുക എന്ന് പറഞ്ഞാൽ 2-3 ദിവസം എടുക്കുന്ന ഒരു ചടങ്ങായിരുന്നല്ലോ. ഇപ്പം ജസ്റ്റ് ക്ലിക്കിൽ അത് എത്തും. സാറിന് ഏതാണ് നല്ലതായിട്ട് തോന്നുന്നത്? ഡിജിറ്റലൈസേഷൻ വന്നത് നല്ലതാണ്. അതിലേറ്റവും ഗുണമുണ്ടായത് നമ്മുടെ ഇത്തരം മാഗസിൻ, ദിനപത്രങ്ങളുടെ കാർട്ടൂണിൻ്റെ അല്ല. ഏറ്റവും കൂടുതൽ ഗുണമുണ്ടായത് ആനിമേഷൻ കാർട്ടൂൺസിലാണ്. കാരണം ഇവിടെ നമുക്ക് ആദ്യത്തെ ഈ കാർട്ടൂൺ എടുത്തു കഴിഞ്ഞാൽ ജോലി വളരെ എളുപ്പമാണ്. മഷി, ഇന്ത്യൻ ഇങ്കൊക്കെ തേച്ചുകൊണ്ടിരിക്കേണ്ട, ചിലപ്പം ഷട്ടിലും മുണ്ടിലും തൊട്ടടുത്തുള്ള മേശപ്പുറത്തുകളൊക്കെ മറ്റ് പുസ്തകങ്ങളിലൊക്കെ പകർന്നു വരാം. അതിനേക്കാളും നല്ലത് ഡിജിറ്റലൈസേഷൻ തന്നെയാണ്, സംശയമൊന്നുമില്ല. പിന്നെ മാത്രമല്ല ഡിസൈൻ ചെയ്യാൻ വളരെ ഈസിയാണ് ഡിജിറ്റലൈസേഷൻ വന്നപ്പോഴത്തേക്ക്. അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇതൊക്കെയാണെങ്കിലും നമ്മൾ ഈ പണ്ട് വർക്ക് ചെയ്തിരുന്ന ആൾക്കാരൊരു മനസ്സംതൃപ്തി അതിനകത്തുണ്ടോ ഇല്ല എന്നുള്ളത് എനിക്ക് സംശയമാണ്. മറ്റേ വളരെ നമ്മൾ ചെറിയൊരു ഉദാഹരണം പറയാം. ഒരു പെൺകുട്ടി, പ്രായമായ പെൺകുട്ടിയെ എല്ലാം ആലോചിച്ച് അന്തസ്സായിട്ട് അണിയിച്ചൊരുക്കി സ്വർണ്ണാഭരണങ്ങളായിട്ട് എല്ലാം ഒരുക്കിക്കൊണ്ട് കല്യാണ പന്തലേക്ക് എല്ലാവരും ചേർന്ന് തികഞ്ഞ മനസ്സന്തോഷത്തോടെ തള്ളി വിടുന്നത് പോലെ അല്ല പെട്ടെന്ന് രജിസ്റ്റർ ഓഫീസിൽ നിന്ന് കല്യാണം കഴിക്കുന്നു. അത് നമ്മളെ വ്യത്യാസം. ഒരു മാനസികമായ അടുപ്പം കുറച്ചുകൂടി വരും അല്ലേ, തമ്മിൽ കണ്ട് ഓഫീസിലൊക്കെ ചെന്ന് ഓഫീസിൽ ചെല്ലുമ്പോൾ അവരെ കാണുന്നു. പത്രാധിപരുമായിട്ട് ബന്ധപ്പെടുന്നു. പത്രാധിപന്മാർ ഒരു പത്രാധിപരല്ലല്ലോ, ഒരിടത്ത് പല പത്രാധിപന്മാരുണ്ട്. അതിനും പുറമെ വേറെ ഗുണമെന്ന് വെച്ചാൽ ഒരു പത്ര ഓഫീസ് എന്ന് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, അവിടെ നമ്മളെപ്പോലെയുള്ള മറ്റുള്ളവരും വരുന്നുണ്ട്. എഴുത്തുകാർ വരുന്നുണ്ട്, കവികൾ വരുന്നുണ്ട്, ചിത്രകാരന്മാർ വരുന്നുണ്ട്, ടെക്നീഷ്യന്മാർ വരുന്നുണ്ട്, ഈ സെലിബ്രിറ്റീസ്, സിനിമാക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പല ആൾക്കാരായിട്ട് നമുക്ക് നേരിട്ട് ഇടപെടാൻ കഴിയും. ഒരു മനുഷ്യബന്ധം വികസിക്കുക എന്ന് പറയുന്നത് അങ്ങനെയാണ്. സോഷ്യലൈസ് ചെയ്യാന്ന് പറയുന്നില്ലേ, സമൂഹം അങ്ങനെയേ വികസിക്കുള്ളൂ. അതേ പറയും യന്ത്രങ്ങളായിട്ട് മുറിക്കാത്തിരുന്ന ജോലിയായിട്ട് എന്താ കാര്യം? അത് അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഒരു യാന്ത്രികമാണ്, മിക്കവാറും യാന്ത്രികമാണ്. സാർ, ഇന്ത്യൻ കാർട്ടൂണിസ്റ്റുകൾ പൊതുവെ ഒരു സേഫാണ്, അല്ലെങ്കിൽ ഡൊമസ്റ്റിക് കാർട്ടൂണുകളിൽ ഒതുങ്ങുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അത് അതിന് 2-3 കാരണം. ഒന്ന്, ഇന്ത്യ മറ്റാരൊക്കെ എന്താ ആക്ഷേപിച്ചാലും, ആന്തരികമായിട്ട് ഇവിടെ ആരെങ്കിലും ആക്ഷേപിച്ചാലും, ഇന്ത്യ പൊതുവെ സഹിഷ്ണുതയുടെ ഒരു ലോകമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതങ്ങനെയാണത്. വലിയ റിസ്ക് ഒന്നും എടുക്കേണ്ടി വന്നിട്ടില്ല ഇന്ത്യക്ക്. ഒരു ചൈനീസ് ആക്രമണം, ഒരു പാകിസ്ഥാൻ ആക്രമണമൊക്കെ ഉണ്ടാക്കിയെങ്കിൽ തന്നെയും വലിയ കലാമിറ്റീസ്, മറ്റ് രാജ്യങ്ങളിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ അത്രത്തോളം ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്ത്യക്കാർക്ക് എന്ന് വെച്ചാൽ വളരെ മേജറായുള്ള ഒരു പ്രശ്നം നേരിടേണ്ടി വന്നില്ല. ഫോർ എക്സാമ്പിൾ, 1ാം ലോകമയുദ്ധം, 2ാം ലോകമയുദ്ധം എന്ന് പറയുന്നത് ഇന്ത്യയെ ബാധിച്ചിട്ടില്ല, കാര്യമായിട്ടൊന്നും ബാധിച്ചിട്ടില്ല.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇന്ത്യക്കാർ സമാധാനപരമായിട്ട് തന്നെ വരയ്ക്കുന്നതല്ല, എല്ലാം വരയ്ക്കുന്നതെല്ലാം സമാധാനപരമായിട്ട് തന്നെയാണ്. അതിൽ അലൻ മോയർ എന്ന് പറയുന്ന ആസ്ട്രേലിയൻ കാർട്ടൂണിസ്റ്റ് തിരുവനന്തപുരത്ത് വന്നപ്പോൾ, തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ വന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു, ഇന്ത്യൻ കാർട്ടൂണിസ്റ്റുകൾ ഡൊമസ്റ്റിക് ഐഡിയാസിൽ മാത്രമായിട്ടാണ് നിൽക്കുന്നത്, അത് പോരാ, വേൾഡ് വൈഡായിട്ട് നോക്കുമ്പോൾ ഇന്ത്യൻ കാർട്ടൂണിസ്റ്റുകളുടെ കാര്യം പുറകിലാണ് എന്ന് പറഞ്ഞു. ഇനി അതിനെ അദ്ദേഹം പറഞ്ഞതിനെ സാധൂകരിക്കുന്ന വേറൊരു കാര്യമുണ്ട്. 1988 സെപ്റ്റംബർ 11 ഒബ്സർവർ സ്കാൻ എന്ന് പറയുന്ന മാഗസിനായിട്ടാണ് ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ എൻ്റെ കോപ്പിയില്ല എൻ്റെ. അതിനകത്ത് മെയിൻ ഫീച്ചർ കാർട്ടൂണായിരുന്നു, പക്ഷേ അതിനകത്ത് ഒരൊറ്റ കാർട്ടൂൺ പോലും ഇന്ത്യൻ കാർട്ടൂണിസ്റ്റുകളുടെ ഇല്ല. അവർ കംപ്ലീറ്റ് ആയിട്ട് ഇന്ത്യ തഴഞ്ഞിരുന്നു ആ കാര്യത്തിൽ. അതിൻ്റെ കാരണം അലൻ മോയർ പറഞ്ഞു തന്നെയാണ്. അലൻ മോയർ പറഞ്ഞ് പിന്നീടാണ്, എങ്കിൽ പോലും സത്യമാണ്. അതിൻ്റെ കാരണം ഇത് തന്നെയാണ്, ഇന്ത്യക്ക് മേജറായിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും നേരിടേണ്ടി വന്നിട്ടില്ല മറ്റു രാജ്യങ്ങളെപ്പോലെ. അതുകൊണ്ട് കാർട്ടൂണിലും അത്രയും വലിയ കൊട്ടിഘോഷമൊന്നും നടക്കുന്നില്ല, അത്രയേ ഉള്ളൂ. മറ്റ് കാർട്ടൂൺസ് നോക്കിയാൽ അറിയാം, വിദേശ കാർട്ടൂൺ വളരെ കൂടുതൽ മിക്കവാറും എല്ലാത്തിലും കാണുന്ന പാറ്റണ്ടാങ്ങും പീരങ്കിയും ബോംബും ഒക്കെയാണ്. മറ്റുള്ളിടത്തിലും അങ്ങനെ തലവെട്ടുന്നത്, അസുഖൂടങ്ങൾ. ഇന്ത്യക്ക് അത്രയൊരു പ്രോബ്ലം ഇവിടെ യഥാർത്ഥത്തിലില്ല. അതാണ് അതിൻ്റെ ഒരു കാരണം. രണ്ടാമത്തെ കാരണം വെച്ചാൽ ഇന്ത്യൻ കാർട്ടൂണിസ്റ്റുകളെന്ന് പറയുന്നവർക്ക് പുറത്ത് മാർക്കറ്റ് കിട്ടുന്നില്ല എന്ന് കൂടെ നോക്കണം. ഇവിടെ എല്ലാവരും സേഫല്ല. ഇന്ത്യയിലെ കാർട്ടൂണിസ്റ്റുകൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. വളരെ കുറച്ച് പേർക്ക് അവസരങ്ങളുള്ള, ബാക്കിയുള്ളവരൊക്കെ മാറി മാറി ആനിമേഷൻ്റെ രംഗത്തേക്ക് പോവുകയാണ്. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആനിമേഷൻ്റെ രംഗത്ത് പോയി കഴിഞ്ഞാൽ കുറേ കൂടി സേഫാണ് എല്ലാവരും. നമുക്ക് ഈ സോഷ്യൽ മീഡിയയിലേക്ക് ഇപ്പോൾ ട്രോളുകളുടെ ഒരു കാലമാണല്ലോ, സാറിന് അറിയാമല്ലോ. അപ്പോൾ ഈ ട്രോളുകൾ എപ്പോഴെങ്കിലും കാർട്ടൂണിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ കാർട്ടൂണുകൾക്ക് ഒരു വെല്ലുവിളിയായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇത് തമ്മിലൊന്ന് കമ്പയർ ചെയ്യാനും പറ്റില്ലല്ലോ. ഇല്ല, കാർട്ടൂൺ ഒരു നല്ല കലയാണ്, ട്രോൾ ഒരിക്കലും കലയല്ല. ഒരിക്കലും കലയല്ല. മാത്രമല്ല ട്രോളെന്ന് പറയുന്നത് നൈമിഷികമാണ്. പിന്നെ മാത്രമല്ല ട്രോളുകൾക്ക് ഈ സീമ ലംഘിക്കുന്ന ചില പ്രയോഗങ്ങളൊക്കെ അതിനകത്തുണ്ട്. കാർട്ടൂൺ അങ്ങനെയും ചെയ്യാൻ പറ്റില്ല. കാർട്ടൂൺ സെൻസറിങ് ഉള്ളത് തന്നെയാണ്. ഒരു എഡിറ്റർ കണ്ടില്ലേ കാർട്ടൂൺ പുറത്തേക്ക് വരുള്ളൂ. അതിൻ്റേതായ ചില പരിമിതികളും നന്മയൊക്കെ ഉണ്ട് കാർട്ടൂൺ. അത് കല തന്നെയാണ്. സാറ് നിരവധി മേഖലകളിൽ കയ്യൊപ്പ് പതിപ്പിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ സാറിന് ഇനിയും ലഭിക്കാത്തതായി എന്തെങ്കിലും വിഷമമുള്ളൊരു കാര്യം, എനിക്ക് ഇനിയും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് വിചാരിക്കുന്നതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അത് കാർട്ടൂണല്ല. അല്ല, കാർട്ടൂണല്ല. എന്തായാലും അത് എനിക്ക് കർണാടക സംഗീതം പഠിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു നിരാശ എപ്പോഴും ഉണ്ട്. ആ നിരാശ ഇനി ഒരിക്കലും പരിഹരിക്കാനും കഴിയില്ല. കാരണം ഇവിടെ ഞാനിപ്പോൾ എന്താ പറയുന്ന പ്ലാറ്റിനം ജൂബിലി കഴിഞ്ഞൊരു മനുഷ്യനാണ്. എൻ്റെ അമ്മ നന്നായിട്ട് കർണാടക സംഗീതം പഠിച്ചിരുന്നു. അമ്മ ഗവൺമെൻറ് ഉദ്യോഗത്തിലായിരുന്നു, മരിക്കുമ്പോൾ തഹസിൽദാരായിരുന്നു. അപ്പോൾ ഈ കർണാടക സംഗീതം പഠിക്കണം എന്നുള്ള ഉള്ളിൽ ആഗ്രഹമുണ്ട്. പക്ഷേ 10ാം വയസ്സിൽ അമ്മ മരിച്ചതിന് ശേഷം എന്നെ ആ രംഗത്തേക്ക് കൊണ്ടുപോകാൻ ആരുമില്ല. എനിക്ക് സഹോദരിമാരില്ല, ഒരു സഹോദരൻ മാത്രമേ ഉള്ളൂ. അച്ഛൻ നല്ല ആസ്വാദനാണ്, പക്ഷേ അച്ഛൻ ഞങ്ങളെ വളർത്താൻ വേണ്ടി കഷ്ടപ്പെടുമായിരുന്നു. ചുരുക്കം പറഞ്ഞാൽ ഈ ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അതെനിക്ക് കിട്ടിയില്ല, മറ്റു പലതും കിട്ടി. അതുകൊണ്ട് സംഗീതം പഠിക്കണമെന്ന് ആഗ്രഹം എപ്പോഴും ഉള്ളിൽ കിടപ്പുണ്ട്, അത് കൊണ്ട് നടക്കുന്നു, അത്ര. ഇനിയും പഠിക്കാമല്ലോ. അത് സാധിക്കും. വയസ്സന്മാരെയൊക്കെ പഠിപ്പിക്കുന്ന ചില ഏർപ്പാടുകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ സീനിയേഴ്സിനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക പരിമിതിയുണ്ട്, അതിനപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല. ഈ പ്രസിദ്ധ മ്യൂസിക് ഡയറക്ടർ എം ജി രാധാകൃഷ്ണൻ ഒരിക്കൽ എന്നെ വിളിച്ചതാണ്. ഒരു ഫീസും തരണ്ട, ഹരി വീട്ടിൽ വന്നാൽ ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. ഞാനെന്തായാലും പോയില്ല, അത് വേറെ കാര്യം. സാറിന് കമ്പ്യൂട്ടർ അധിഷ്ഠിത വരയാണോ അതോ കൈകൊണ്ട് തന്നെ വരയ്ക്കുന്നതാണോ കൂടുതൽ ഇഷ്ടം? കാലത്തിനനുസരിച്ച് മാറുന്നതിനോടൊരു താല്പര്യമുണ്ടോ? കമ്പ്യൂട്ടറിലേക്ക് ഇനി പോകാൻ കഴിയില്ല. ഞാൻ കൈകൊണ്ടാണ് വരയ്ക്കുന്നത്. മറ്റേത് ബുദ്ധിമുട്ടാണ്. പക്ഷേ കമ്പ്യൂട്ടർ കൈകൊണ്ട് വരച്ചിട്ട് പിന്നെ ഫോട്ടോഷോപ്പിലേക്ക് വരും, മറ്റൊരു ഡിസൈൻ ചെയ്തിട്ട് ഇമെയിൽ ചെയ്യും. അതാണല്ലോ ഇപ്പോഴത്തെ രീതി. കാർട്ടൂണുകൾ ഇപ്പോഴൊരു തിരുത്തൽ ശക്തിയായിട്ട് തോന്നിയിട്ടുണ്ട്. നല്ല സന്ദേശമല്ലേ അവ പകർന്നു നൽകുന്നത്? തീർച്ചയായിട്ടും. കാർട്ടൂൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ തന്നെ അതാണ്, കറക്റ്റീവ് ഫോഴ്സാണെന്നാണ്. മറ്റൊന്ന് ഡ്രാൺ ഇൻ എ ഹേസ്റ്റ്, അത് ധൃതി പിടിച്ച് വരച്ചെന്ന് പറയും. പിന്നെ പല പല ഡെഫിനേഷൻസ് ഉണ്ട്. അതിലൊന്ന് ഇത് തന്നെയാണ്, തിരുത്തൽ ശക്തിയാണ്, തിരുത്താൻ കഴിയണം. ഒരു ചെറിയ എക്സാമ്പിൾ എന്ന് പറയുന്നത് കാർട്ടൂണിസ്റ്റ് R.K. ലക്ഷ്മൺ ബോംബെയിൽ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട്, വളരെ കൂടുതൽ സമയം എടുത്തിട്ടാണ് ആൾക്കാർ പോകുന്നത്. സിഗ്നൽ ലൈറ്റ് വളരെ കുറച്ച് സമയം കത്തുന്നുള്ളൂ. 40 മിനിറ്റോളം റോഡ് ക്രോസ് ചെയ്യാൻ സമയമെടുക്കുന്ന കണ്ടപ്പോൾ ഇദ്ദേഹം അതിനെക്കുറിച്ച് ആക്ഷേപിച്ചാൽ വിമർശിച്ച് ഒരു കാർട്ടൂൺ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വരച്ചു. 2-3 ദിവസങ്ങളിൽ കോർപ്പറേഷൻ അതോറിറ്റി അതിലിടപെട്ടു, അതിന് പരിഹാരം ഉണ്ടാക്കുകയും ചെയ്തു. അത് കാർട്ടൂണിൻ്റെ ഒരു ശക്തിയാണ് തീർച്ചയായിട്ടും. പിന്നെ അഴിമതി, റേഷൻ കടയിലെ അളവ് തൂക്കത്തിൻ്റെ വ്യത്യാസം എല്ലാം കാർട്ടൂണിൽ വരുന്നുണ്ടല്ലോ, അവരെല്ലാം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ ഇത് പ്രധാനമായിട്ടുള്ളൊരു കാര്യം, കാർട്ടൂൺ അതിൻ്റെ ആ സ്പിരിറ്റോടുകൂടി ഉൾക്കൊണ്ടിട്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ കണ്ടെത്തേണ്ട ഭരണാധികാരികളുടെ ഡ്യൂട്ടിയാണ്. ഭരണാധികാരികൾ എത്രത്തോളം റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം ഞാൻ പറയണ്ടല്ലോ, അതങ്ങനെയൊക്കെ ആയിരിക്കും.
ഇനിയൊരു ചോദ്യം സാറിനത് ചോദിക്കാവോന്ന് എനിക്കറിയില്ല, എന്നാലും ചോദിക്കുവാണ്. ഒരു കുഞ്ഞിന് അല്ല അമ്മയ്ക്ക് തൻ്റെ ഏത് മക്കളിൽ ഏത് കുട്ടിയോടാണ് കൂടുതൽ ഇഷ്ടം എന്നുള്ളതുപോലെ സാറ് വരച്ച വരകളിൽ സാറിന് ഏറ്റവും ഇഷ്ടം തോന്നിയ മനസ്സിൽ പതിഞ്ഞ ഏതെങ്കിലും ഉണ്ടോ? കാർട്ടൂൺ എല്ലാ കാർട്ടൂണുകളും ഇഷ്ടമാണ്, അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. എല്ലാ കാർട്ടൂണുകളും എനിക്ക് ഇഷ്ടമാണ് വരച്ചത്. പിന്നെ അത് ഈ ഒരു കാര്യം വെച്ചാൽ കാർട്ടൂണിനകത്ത് പൊളിറ്റിക്കൽ സോഷ്യൽ എന്ന് ഡിവൈഡ് ചെയ്ത് പറയാൻ കഴിയാത്ത രീതിയിൽ ഇത്തരം ഇഷ്യൂസെല്ലാം ഒരുമിച്ചാണ് കിടക്കുന്നത്. അങ്ങനെ വരുമ്പോൾ GM വിള ജനറ്റിക്കലി മോഡിഫൈഡ് അല്ലേ മോഡിഫൈഡ് കാർട്ടൂൺ ആ വിളയെ വെച്ചിട്ടൊരു കാർട്ടൂൺ ഞാൻ ഒരിക്കൽ വരച്ചിട്ടുണ്ട്. എൻ്റെ ഉണ്ടെന്ന് തോന്നുന്നത് ഇവിടെ. അതിൽ പിന്നെ അതിനൊരു പൊളിറ്റിക്കലായിട്ടൊരു ഡൈമെൻഷൻ കൊടുക്കുന്നു. ഈ വിള ഒരു കത്തിരിക്ക എന്ന് പറയുന്ന സാധനമാണ്, അതിന് വേറൊരു ഡൈമെൻഷൻ കൊടുത്തിട്ട് നമ്മൾ അവതരിപ്പിക്കുന്നു. അപ്പോൾ അതിൽ GM വിളയെക്കുറിച്ചുള്ളൊരു വിമർശനമെന്ന് വന്നിട്ടുണ്ട്, പൊളിറ്റിക്കലായിട്ടുള്ള വിമർശനമാണ്. അതിന് സോഷ്യലായിട്ടുള്ളൊരു ഇഷ്യൂ ആയിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ വരയ്ക്കുന്നു. അപ്പോൾ ഈ സോഷ്യോ പൊളിറ്റിക്കൽ കാർട്ടൂൺ വരയ്ക്കുന്നതാണ് എപ്പോഴും സുഖകരമായിട്ടുള്ള ഒരു കാര്യം. അല്പം ബുദ്ധിമുട്ടാണെങ്കിൽ പോലും അത് നമ്മൾ ചെയ്ത ജോലിക്ക് ഒരു സംതൃപ്തി തരുന്ന ഒരു പണിയാണത്, അത് പറയാതിരിക്കാൻ വയ്യ. സർ, കാർട്ടൂണിൻ്റെ ഒരു ആസ്വാദനം അത് കാലത്തിനനുസരിച്ച് മാറുന്നുണ്ടോ, പ്രത്യേകിച്ച് നമ്മുടെ ഈ വേഗതയേറിയ ഈ കാലത്തിൽ? വേഗതയേറിയ കാലത്ത് കാർട്ടൂൺ പഴയതുപോലെ ആസ്വദിക്കപ്പെടുന്നില്ല എന്നതാണ് പരമാർത്ഥം. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം, കാർട്ടൂൺ കാണാൻ വേണ്ടി മാത്രം മലയാള മനോരമ ആഴ്ചപ്പത് വാങ്ങിച്ചിരുന്ന ഒരു കാലമുണ്ടല്ലോ, ടോംസിൻ്റെ ബോവനും മോളിയും കാണാൻ വേണ്ടി. ഇപ്പം അങ്ങനെ ഒരു കാർട്ടൂൺ കാണാൻ വേണ്ടി ആരും ഒരു വീക്കിലും വാങ്ങിക്കാറില്ല. കാർട്ടൂൺ അതിൻ്റെ കൂട്ടത്തിലങ്ങ് പോകുന്നു, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് കാർട്ടൂണിന് ഡിമാൻഡ് കൂടി എന്ന് പറയാൻ നമുക്കൊരിക്കലും കഴിയില്ല. അതേസമയം ആനിമേറ്റഡ് കാർട്ടൂൺ വരുമ്പോഴത്തേക്ക് കുറേ പേരുടെ കാര്യങ്ങൾ രക്ഷപ്പെട്ടു പോകുന്നു, അത്രയേ ഉള്ളൂ. അത് നമ്മൾ പണ്ടത്തെ ഒരു എന്താ പറയുന്ന ഒരു മാസ് അപ്പീൽ അതിനില്ല, അതാണ് പരമാർത്ഥം. പതിമൂന്ന് പുസ്തകങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ടല്ലേ? അപ്പോൾ അതിലിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് പല മുഖങ്ങളല്ലേ? അപ്പം അത് സാർ എഴുതുന്നതിനായിട്ട് അത് ചെറുപ്പം തൊട്ടത് ശീലിച്ചതാണോ ഇത് എഴുത്ത്? അതെ, അതിൽ സാധാരണ മനുഷ്യൻ്റെ ഒരു മനഃശാസ്ത്രമുണ്ട്, എല്ലാവർക്കും ബാധകമാണത്. അതിന് കലാകാരനാവണമെന്നൊന്നുമില്ല. മറ്റൊരാളുടെ കുറ്റം കണ്ടുപിടിക്കാൻ എല്ലാവർക്കും വലിയ താല്പര്യമാണ്, അത് ലോക സ്വഭാവമാണ്. അപ്പോൾ നമ്മളിങ്ങനെ കാത്തിരുന്ന് നോക്കാം, അയാൾ എന്ത് ചെയ്യുന്നു നോക്കിയിട്ട് അയാൾക്ക് ഇന്ന കുഴപ്പമുണ്ട്. ഏറ്റവും പ്രസിദ്ധനായ മനുഷ്യനായാലും അയാൾക്ക് ഇന്ന തകരാറുണ്ടല്ലോ എന്ന് നമ്മൾ കണ്ടുപിടിക്കുക. ആ പ്രവൃത്തിയിൽ അല്ലെങ്കിൽ ആ പ്രസ്താവനയിൽ കുഴപ്പമുണ്ടല്ലോ, അയാളുടെ ജീവിത രീതി ശരിയല്ലല്ലോ എന്നാൽ കണ്ടുപിടിച്ചിട്ട് അയാളെ പഠിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ കുറേ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതിൻ്റെ അകവും പുറവും അല്ലെങ്കിൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈഡ് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ അങ്ങനെ ആ പേരിട്ട് തന്നെ ഒരു പങ്ക്തി 1989 കുങ്കുമം വാരികയിൽ ഞാൻ തുടങ്ങി. അതാണ് മറുവശം എന്ന് പറയുന്നത്. വളരെ നന്നായിട്ട് കച്ചവടം നടന്ന ഒരു പുസ്തകമാണത്, മറുവശം. അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ടാണ് പലമുഖങ്ങൾ എഴുതിയത്. പലമുഖങ്ങൾ എഴുതാൻ ഞാൻ കുറേ കൂടുതൽ ക്രിറ്റിസിസമാണ് കൂടുതൽ, കാരണം വിമർശിക്കേണ്ടതിന് നമ്മൾ വിമർശിച്ചേ തീരും. അതുകൊണ്ട് ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ സമൂഹത്തിൽ നിലവിലിരിക്കുന്ന ഏറ്റവും അശാസ്ത്രീയമായ ഒരു കാര്യത്തെ ഏറ്റവും നന്നായിട്ട് വിറ്റ് പണമുണ്ടാക്കിയിട്ടുള്ള സാഹിത്യകാരന്മാരുണ്ട്. ഞാൻ വേണമെങ്കിൽ വിശദീകരിച്ച് പറയാം. വിവാഹബന്ധം, മുറപ്പെണ്ണിനെ വിവാഹം കഴിക്കുന്നു, അല്ലെങ്കിൽ ചേച്ചിയുടെ മകളെ വിവാഹം കഴിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ തെറ്റല്ലേ, അശാസ്ത്രീയമാണ്. ഇത്തരം ബന്ധങ്ങൾ പണ്ടേക്ക് വേണ്ടേ നമ്മുടെ സാഹിത്യത്തിലുണ്ട്, വളരെ പണ്ട് പ്രാചീന സാഹിത്യത്തിലുണ്ട്. അവിടം മുതലേ അശാസ്ത്രീയ ബന്ധം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനാരെങ്കിലും ഒന്ന് കളിയാക്കണ്ട. അപ്പം ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ഏറ്റവും പ്രസിദ്ധനായ നമ്മുടെ സാഹിത്യത്തിൽ ഇന്നത്തെ ആചാര്യൻ്റെ തന്നെ പുസ്തകങ്ങൾ എടുത്തു വെച്ചിട്ട് ഞാൻ എൻ്റെ പുസ്തകത്തിനകത്ത് കളിയാക്കി എഴുതി. അതിലൊരു ചാപ്റ്റർ അതാണ്. അപ്പോൾ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ച് വിമർശിക്കുക തന്നെ വേണം. അതുപോലെ കെമ്പെ ഗൗഡ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ സാഹിത്യകാരനാണ്, കർണാടകയിലെ ആളാണ്. അദ്ദേഹം സ്വന്തമായിട്ടൊരു യക്ഷഗാന വയലാട്ടം എന്ന് പറയുന്ന യക്ഷഗാനം തന്നെ സ്വന്തമായിട്ടൊരു കഥ ഉണ്ടാക്കിയ മനുഷ്യനാണ്. പിന്നെ 1200 പേരുടെ ഒരു വിവാഹം നടത്തിയ കഥയുണ്ട്. അതിനും പുറമെ ഈ സ്ത്രീകളെ സംശയത്തിൻ്റെ പേരിൽ മനഃപൂർവ്വമായിട്ട് അവരുടെ രണ്ട് വിരൽ ഛേദിച്ച് കളയുന്ന ഒരു അനാചാരം ഉണ്ടായിരുന്നു കർണാടകത്തിൽ. അത് നിർത്തിയ മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ പേരിലൊരു എയർപോർട്ട് ബാംഗ്ലൂർ കെമ്പെ ഗൗഡ എയർപോർട്ട്. ഈ എയർപോർട്ടിൻ്റെ പേരിട്ടതിന് അതിനെ വിമർശിച്ച് ഈ വളരെ പ്രശസ്തനായ ഒരു നടൻ പറഞ്ഞ ടിപ്പു സുൽത്താൻ്റെ പേരിടണമായിരുന്നു. എന്ത് നോൺസെൻസാണ് പറയുന്നത്. ടിപ്പു സുൽത്താനും കെമ്പെ ഗൗഡയായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റുമോ? കെമ്പെ ഗൗഡ ഒരു സാമൂഹിക പരിഷ്കർത്താവാണ്. അപ്പോൾ ഈ മനുഷ്യൻ ഇത്രയും പ്രസിദ്ധനായ ഈ നടൻ ഇങ്ങനെ ഈ വിഡിത്തം പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ ജനങ്ങൾ ഇളകി. 24 മണിക്കൂറിനകം ആ പ്രസ്ഥാനം അദ്ദേഹത്തിന് തിരുത്തേണ്ടി വന്നു. എങ്കിൽ പോലും ഇവിടുത്തെ ഒരു പറ്റം ആൾക്കാർ ഇപ്പോഴും അദ്ദേഹത്തിന് വലിയ ആചാര്യനായിട്ടോ മറ്റോ എഴുന്നള്ളിച്ച് നടത്തുകയാണ് ഈ നടനെ. അദ്ദേഹം മരിച്ചുപോയി.
അപ്പോൾ അതുകൊണ്ട് ആ ചാപ്റ്ററിൽ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ അദ്ദേഹത്തിനെതിരായിട്ടാണ് എഴുതിയത്. അത് നമ്മൾ ചൂണ്ടിക്കാണിച്ചത് തരും. കാരണം വായനക്കാർ എന്ന് പറയുന്നത് നമ്മൾ ലക്ഷ്യമാക്കുന്ന അടുത്ത തലമുറയും കൂടെയാണ്. അവരിത് അറിഞ്ഞിരിക്കണം, ഇങ്ങനെ ആവശ്യമില്ലാതെ വെറുതെ മനുഷ്യരെ നമ്മൾ ആഘോഷിച്ച് കൊണ്ട് നടക്കുകയാണെന്ന്. അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. അതാണല്ലോ മറുവശം കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. ഒപ്പം കവിതകളും എഴുതിയിട്ടുണ്ടല്ലോ സാറ്, കവിതകൾ എഴുതിയിട്ടുണ്ടല്ലോ, ഒരു പുസ്തകം പുറത്തിറക്കിയിട്ടുണ്ടല്ലോ അല്ലേ? അത് കാരണം എൻ്റെ കൊച്ചുമോള്, മകളുടെ മകള് ഈ നമ്മുടെ ഈ കോവിഡ് കാലത്ത് പൂജ നവരാത്രി ദിവസം എൻ്റെ നവരാത്രി ആഘോഷങ്ങൾ ഒരിക്കൽ എന്നോട് അപ്പൂപ്പ പുറത്തൊന്നും പോകുന്നില്ല, എനിക്ക് വേണ്ടി ഒരു കവിത എഴുതണം, പ്രാർത്ഥന എഴുതരണമെന്ന് പറഞ്ഞു. അങ്ങനെ നവരാത്രി ഉത്സവത്തിനെ ബേസ് ചെയ്ത് ഞാനൊരു പ്രാർത്ഥന എഴുതി കൊടുത്തു. അത് സക്സസ് ആയി. അതാണ് എൻ്റെ പുസ്തകത്തിലെ ആദ്യത്തെ കവിത. അതാണ് വിദ്യാദേവതാ വന്ദനം എന്ന പേരിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ മുമ്പ് തന്നെ എഴുതിയിട്ടുണ്ട്. കുങ്കുമത്തിൽ ഞാൻ പണ്ട് ഗാനങ്ങളും കവിതയൊക്കെ എഴുതുമായിരുന്നു. പക്ഷേ കാർട്ടൂണിൽ എനിക്ക് നിന്ന് തിരിയാൻ സമയമില്ലാതായപ്പോഴാണ് കവിത എഴുതങ്ങ് പറഞ്ഞു. പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. അങ്ങനെയാണ് പോയത്. സാർ, അതുപോലെ നമ്മുടെ ഈ കാർട്ടൂണും ചിത്രകലയും അത് രണ്ടും എങ്ങനെയാണ് മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കുന്നത്? രണ്ടും കുറച്ച് വ്യത്യസ്തമായൊരിതാണല്ലോ. അതിൽ വ്യത്യസ്തമാണ്. പക്ഷേ ചിത്രകലയിൽ നിന്നാണ് കാർട്ടൂൺ ഉണ്ടായത്. എപ്പോഴും നമ്മൾ മറക്കാൻ പാടില്ല ഒരിക്കലും. കാരണം അതിൻ്റെ ഒരു ദീർഘമായൊരു ചരിത്രം തന്നെയാണ്. ലിയനാർഡോ ഡാവിഞ്ചിയും മൈക്കലാഞ്ചലോയും ഡ്യൂറർ, ഈ 3 പേരും പതിവായിട്ട് വരച്ചിരുന്നതിനകത്ത് ഒരു ഡൈവേർഷന് വേണ്ടി അവർ തന്നെ ചില അപ്രധാന കഥാപാത്രങ്ങളെ മാറ്റി വരച്ച് അല്പം ഹാസ്യവും പരിഹാസവും വിമർശനവും ചേർത്ത് വരച്ചപ്പോഴാണ് കാർട്ടൂൺ ഫിഗേഴ്സ് ഉണ്ടാകുന്നത് ആദ്യമായിട്ട്. അത് കഴിഞ്ഞിട്ട് അന്നിബെല്ലെ കൊറൈച്ചി എന്ന് പറയുന്ന ഇറ്റാലിയൻ ബൊളിയുന്നയിൽ ജനിച്ച ആ മനുഷ്യനാണ് ആധുനിക കാർട്ടൂണിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആൾ. അപ്പോൾ ഇവർ ഈ വരച്ച് വന്നതല്ല എവിടെ നിന്നാണ് തുടങ്ങിയെന്ന് ആലോചിക്കണം. ഒന്നാം തരം ചിത്രകാരന്മാരാണ്, ലോകം അറിയുന്ന ചിത്രകാരന്മാരാണ്, ഒന്നാം തരം പെയിൻറ്റേഴ്സാണ്. അവരുടെ കയ്യിൽ നിന്നാണ് ഈ കാർട്ടൂൺ ഉണ്ടാകുന്നത്. അത് ഗ്രാജുവലായിട്ട് കാർട്ടൂൺ എന്നുള്ള പദത്തിലേക്ക് വന്നു എന്നുള്ള. ആദ്യം കാരിക്കേച്ചർ, ടു കാരിക്കെയർ, ഇങ്ങനെയുള്ള വാക്കുകളെല്ലാം ഉണ്ട് ഇറ്റാലിയൻ ഭാഷ. ഇതിൽ നിന്നെല്ലാം മാറി വന്ന അവസാനം ഇംഗ്ലീഷുകാരെ ഏറ്റെടുത്തപ്പോൾ 1800 ആണ്ട് അടുപ്പിച്ചാണ് കാർട്ടൂൺ എന്നൊരു പദം വരുന്നത്. ഇത് ചിത്രകലയും തുടങ്ങിയാണ്. പക്ഷേ അതേസമയം കാർട്ടൂണിൻ്റെ ക്ലാസ് ഞാൻ എടുക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ പോകാറില്ല, ആരോഗ്യമില്ലാത്തതുകൊണ്ട് പോകുന്നില്ല. പക്ഷേ ഞാൻ ആദ്യം പറയുന്നൊരു കാര്യം, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. മോഹൻലാലിൻ്റെ സ്ഫടികം എന്ന് പറയുന്ന സിനിമയിൽ ചാക്കോ മാഷ് പറയുന്നത് പോലെ ഭൂഗോളം നിലനിൽക്കുന്നതിന് മാത്തമാറ്റിക്സിലാണ് എന്നൊരു വാക്കുണ്ട് അതിനകത്ത്. അപ്പോൾ അത് ശരിക്കും അത് തന്നെയാണ്. അപ്പോൾ ഒരു ബസ്സിൻ്റെ പടം വരയ്ക്കാൻ വേണ്ടി ഉദാഹരണം പറഞ്ഞിട്ട് വൃത്തം, ഓവൽ, ചതുരം, ദീർഘചതുരം, ത്രികോണം, ഈ 5 ജിയോമെട്രിക്കൽ ഫിഗേഴ്സാണ് സർവ്വതും, ലോകം മുഴുവൻ അത് തന്നെയാണ്. അനേകം ഡോട്ട്സ് ഇട്ട് നമ്മൾ പൂരിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു നേർവര കിട്ടും. 4 നേർവരയാകുമ്പോഴത്തേക്ക് ഒരു സ്ക്വയർ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇത് തന്നെയാണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം, ചിത്രകല തന്നെയാണ്. പക്ഷേ ഞാൻ അവരോട് കുട്ടികളോട് പറയുന്നത്, നിങ്ങൾ നല്ലവണ്ണം പഠിക്കുക. ആദ്യം വരയ്ക്കാൻ തുടങ്ങി വെറുതെ അനായാസമുള്ള വരകൾ വെറുതെ വരയ്ക്കുക. ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരുവിധം ഇതിൻ്റെ ബേസ് പ്രിലിമിനറി പഠിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ജസ്റ്റ് വയലേറ്റ് ഇറ്റ്. അതിനെ നിങ്ങൾ തന്നെ നിഷേധിക്കുക. എന്നിട്ട് നിങ്ങൾ തോന്നും പോലെ വരയ്ക്കുക. അപ്പോൾ അത് കാർട്ടൂണാകും. അത്ര കാർട്ടൂണാകും. വെല്ലിംഗ്ടൺ പ്രഭുവിൻ്റെ കാർട്ടൂൺ വരച്ചു ശങ്കർ വരച്ചു. വെല്ലിംഗ്ടൺ പ്രഭു അത് അറിഞ്ഞു, വിളിച്ചു വരുത്തി വീട്ടിൽ ചായയൊക്കെ കൊടുത്തു ശങ്കറിന്. അപ്പോൾ വെല്ലിംഗ്ടൺ പ്രഭുവിൻ്റെ ഭാര്യ പറയാണ്, എൻ്റെ ഭർത്താവിൻ്റെ മൂക്ക് ഇത്രയും നീണ്ടതല്ല എന്ന്. അത് കാർട്ടൂൺ ആസ്വദിക്കുന്ന രീതിയാണത്. അപ്പോൾ അങ്ങനെ എല്ലാവരും കാർട്ടൂണിന് വളരെ നല്ല സ്വാഗതം കിട്ടിയുള്ള ബ്രിട്ടീഷുകാരിൽ നിന്നാണ്. ലിൻലിത്ഗോ എന്ന് പറയുന്ന ഒരു വൈസ്രോയ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ചുടലയുടെ പുറത്ത് കയറി നിന്ന് നൃത്തം ചവിട്ടുന്ന ഭദ്രകാളിയായിട്ടാണ് ശങ്കർ വരച്ചത്. എല്ലാവരും വിചാരിച്ച് ശങ്കർ അതോടെ ജയിലിൽ പോകുന്നതാണ്. പക്ഷേ ഈ വൈസ്രോയ് ആവശ്യപ്പെട്ട് എനിക്കതിൻ്റെ ഒറിജിനൽ വേണം ശങ്കറെ എന്നാണ് പറഞ്ഞു. അദ്ദേഹത്തിന് സൂക്ഷിക്കാൻ വേണ്ടി വേണമെന്ന് പറഞ്ഞു. അതാണ് കാർട്ടൂണിൻ്റെ ശക്തി. അത്രത്തോളം ആൾക്കാരെ അത് ആകർഷിച്ചിരുന്നൊരു കാലമുണ്ട്. പക്ഷേ അല്പമനസ്കരായ ഇന്നത്തെ രാഷ്ട്രീയക്കാർക്ക് എത്ര പേർക്ക് ഇത്രയും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. അതിനെക്കുറിച്ചൊന്നും പറയാൻ നിവൃത്തിയില്ല. കാരണം 2 മുഖമാണ്. പല മുഖങ്ങളെന്ന് പറയുന്ന പോലെ പുറമേ ചിരിച്ച് കാണിക്കുക, ഉള്ളിൽ ശത്രുവായിട്ട് തന്നെ കാണുക എന്നുള്ളൊരവസ്ഥയുണ്ട് കലാകാരന്മാരോട്. അതുകൊണ്ട് തന്നെയാണ് കാർട്ടൂണിനൊക്കെ പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര സ്വാഗതം കിട്ടാതെ പോകുന്നത്. പലർക്കും ഭയമുണ്ട്. തമിഴ്നാട്ടിലും ബംഗാളിലും പിന്നെ ദില്ലിയിലെ കർണാടകയിലാണ് പിന്നെ കാർട്ടൂണിനെതിരായിട്ട് ചില നടപടികളൊക്കെ ഉണ്ടായി. പക്ഷേ നമ്മൾ ആലോചിച്ച് നോക്കണം, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലഘട്ടം ഭരിച്ചിരുന്ന പ്രധാന കക്ഷിയോ ഇപ്പോൾ 3 ടേമായി ഭരിക്കുന്ന കക്ഷിയോ അല്ല ഉത്തരവാദികൾ. അവരതൊന്നും ചെയ്തില്ല. ഈ ചെറുകിട നേതാക്കൾ, വലിയ നേതാക്കൾ ഏതാണ്ടൊരു സാമ്രാജ്യം കിട്ടിയല്ലോ ഭാവിച്ചുകൊണ്ട് ഒരു സംസ്ഥാനം കൈയടക്കിയിട്ട് അവർക്കെതിരായിട്ട് സംസാരിച്ചവരെയും വരച്ചവരെയും എല്ലാം ഉപദ്രവിക്കുകയായിരുന്നു. അത് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഇവരെത്രയും അല്പമനസ്കരായി പോകുന്നത് എന്തുകൊണ്ടാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അവരുടെ പേരും ഞാൻ പറയേണ്ട കാര്യമില്ല, അറിയാമല്ലോ ഓരോ സംസ്ഥാനത്തെ കാര്യം.
ഏതായാലും ഇവിടെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ കൊണ്ട് തീർന്നു. കാർട്ടൂണിസ്റ്റ് മന്ത്രിയെ പണ്ട് സസ്പെൻഡ് ചെയ്തതിൻ്റെ കാരണം ഇതാണ്. അദ്ദേഹം ലിമിറ്റ് വിട്ട് ഒരു പരിധി വിട്ട് ആക്ഷേപിച്ചുകൊണ്ട് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയെ കളിയാക്കിയതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് സസ്പെൻഷൻ ഉണ്ടായത്. പിന്നെ അത് പിൻവലിച്ചു. 2 കൊല്ലം മറ്റോ പുറത്ത് വയ്ക്കേണ്ടി വന്നെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട് കാർട്ടൂണിൽ. എന്നാലും കാർട്ടൂൺ ചിത്രകലയുടെ ഭാഗം തന്നെയാണ്. ചിത്രകലയിൽ നിന്നുണ്ടായതാണ്. ഞാൻ സാധാരണ ഒരു ചിത്രകലയുടെ വലിയൊരു വൃക്ഷത്തിൻ്റെ ഒരു ശാഖയാണ് കാർട്ടൂൺ എന്നാണ് ഞാൻ സാധാരണ പറയാറുള്ളത്. ആശയവിനിമയത്തിനും നല്ലൊരു ഉപാധിയല്ലേ? വളരെ നല്ലതാണ്. അതായത് 1000 വാക്കുകളേക്കാൾ ശക്തമാണ് ഒരു ചിത്രം എന്ന് പറയുന്നത്. ഏറ്റവും അന്വർത്ഥമാകുന്നത് കാർട്ടൂണിലാണ്, ചിത്രങ്ങളിലല്ല. സാധാരണ ചിത്രങ്ങളിലല്ല. സാധാരണ ചിത്രങ്ങൾ വലിയ വ്യാഖ്യാനം ചെയ്യാൻ പറ്റില്ല, ചെയ്യാറില്ല. അവർക്കതിൻ്റെ ആവശ്യമില്ല. ഒരു പെയിൻറ്റിങ് വരച്ചുകൊണ്ട് ചിത്രം വളരെ സംതൃപ്തനാകുന്നു, ബ്രഷ് താഴെ വെച്ചിട്ട് പോകുന്നു. കാർട്ടൂണിസ്റ്റ് അതല്ല. കാർട്ടൂണിസ്റ്റ് വരച്ച് പബ്ലിഷ് ചെയ്തിട്ട് റിയാക്ഷൻ എന്താണെന്ന് അയാളും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാർ വായിക്കുന്നുണ്ടോ, പത്രവരും നോക്കുന്നതാണ്. ഇത് വായിച്ചിട്ട് 4 പേര് കൂടുതൽ കോപ്പി വാങ്ങുന്നുണ്ടോ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ തനിനിറം പത്രം ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ തനിനിറത്തിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ മന്ത്രിയുടെ കാർട്ടൂണായിരുന്നു. കാർട്ടൂണിസ്റ്റ് മന്ത്രിയുടെ കാർട്ടൂൺ. ആ കാർട്ടൂൺ കാണാൻ വേണ്ടി മാത്രമാണ് തനിനിറം വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ കാർട്ടൂണിൻ്റെ ശക്തി അതാണ്. പിന്നെ നിലവാരം ഇല്ലാത്ത കാർട്ടൂൺ ഉണ്ടായെന്നൊക്കെ വരാം. അതൊക്കെ കൂട്ടത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നതാണ്. കാർട്ടൂൺ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിയുന്നിടത്തോളം കാർട്ടൂണിൻ്റെ ഭാഷ എന്താണെന്നൊരു ചോദ്യമുണ്ട്. കാർട്ടൂണിൻ്റെ ഭാഷ കാർട്ടൂൺ തന്നെയാണ്. അതിന് പ്രത്യേകിച്ചൊരു ക്യാപ്ഷനോ ഒരു ഡയലോഗോ ബലൂണോ ഒന്നും ഇല്ലാതെ തന്നെ ആസ്വദിക്കാൻ കഴിയുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഏറ്റവും പവർഫുള്ളായിട്ട് കാർട്ടൂൺ എന്ന് പറയുന്നത് അതാണ്. സാർ, ഔദ്യോഗിക ജീവിതത്തിനിടയിൽ സാർ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നല്ലോ. അപ്പോൾ ഇതിനിടയ്ക്ക് സാർ എങ്ങനെയാണ് ഈ കാർട്ടൂൺ വരയ്ക്കുള്ള സമയം കണ്ടെത്തിയത്? സമയം കണ്ടെത്താതെ KSFയിൽ ഉദ്യോഗമായപ്പോഴത്തേക്ക് ഞാൻ തിരുവനന്തപുരത്തിന് പുറത്താണ് ഏറ്റവും കൂടുതൽ ജോലി ചെയ്യേണ്ടി വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വൈകുന്നേരം ലോഡ്ജിലേക്ക് പോകുക, അവിടെ ഇരിക്കുക എന്നുള്ളതാണ്. സാധാരണ ഇതിലുള്ള ചെറുപ്പക്കാർക്കുള്ള ദുശീലങ്ങൾ എനിക്ക് വളരെ കുറവായിരുന്നുകൊണ്ട് ആവശ്യം പോലെ സമയം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് തന്നെ ധാരാളം വായിക്കുക, മാഗസിൻസ് വായിക്കുക, അവിടെ ഇരുന്ന് തന്നെ വരയ്ക്കുക എന്ന് പറയാം. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഏറ്റവും മികച്ച കാർട്ടൂണിസ്റ്റുകളുടെ കാർട്ടൂണുകൾ വാങ്ങിച്ച് അത് വരുന്ന പബ്ലിക്കേഷൻസ് വാങ്ങിച്ച് വായിക്കുക. അതിൽ OV വിജയൻ, ശങ്കർ തുടങ്ങി നമ്മുടെ കുട്ടി, ഒറ്റപ്പാലത്തേറെ കുട്ടി, ഇങ്ങനെ ഇവരുടെ കാർട്ടൂൺസ് കൂടുതൽ പരിചയപ്പെട്ടപ്പോഴാണ് പൊളിറ്റിക്കൽ കാർട്ടൂൺ കൂടുതൽ വരയ്ക്കുക എന്നുള്ള ആഗ്രഹം തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ അതിലേക്ക് പോകുന്നു. അപ്പോൾ അതിൽ പിന്നെ ആദ്യത്തെ പങ്ക്തി എനിക്ക് കിട്ടുന്നത് ചിത്രകാർത്തിക എന്നൊരു വാരിക ഉണ്ടായിരുന്നു. വൈക്കം ചന്ദ്രശേഖരൻ നായർ പത്രാധിപരായിട്ടുള്ള. അതിനകത്താണ് ആദ്യത്തെ പങ്ക്തി, സ്ഥിരം പങ്ക്തി കിട്ടുന്നത്. 1973. 74 പൊളിറ്റിക്കൽ കാർട്ടൂൺ തുടങ്ങി. പിന്നെ നിരന്തരമാണ് അത് കണ്ടിന്യൂസ് ആയിട്ട് വരച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു, ബ്രേക്കില്ലായിരുന്നു. സാർ, ഈ കാർട്ടൂൺ വരകളിൽ സാറിന് വളരെ മോശമായ അനുഭവങ്ങൾ എന്തെങ്കിലും നേരിടേണ്ടി വന്നിട്ടുണ്ടോ? കാർട്ടൂൺ വരച്ചതിൻ്റെ പേരിൽ വായനക്കാരിൽ നിന്ന് യാതൊരു മോശപ്പെട്ട അനുഭവങ്ങളും ഉണ്ടായിട്ടേ ഇല്ല. ഏറ്റവും നല്ല അപ്രീസിയേഷനാണ് എപ്പോഴും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സാർ നമ്മുടെ ദൂരദർശൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി കാർട്ടൂണിനെ കുറിച്ച് ഒരു ചിത്രം പോലെ തന്നെ വരച്ചു കാട്ടിത്തന്നു. വളരെയധികം നന്ദി. ഇവിടെ ക്ഷണിച്ചതിന് വളരെ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. സന്തോഷം. 1000 വാക്കുകളേക്കാൾ ശക്തമാണ് ഒരു ചിത്രം എന്ന ചൊല്ല് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ അഭിമുഖം ഇവിടെ സമാപിക്കുകയാണ്. നന്ദി, നമസ്കാരം.